തൃശൂർ പൂരം കലക്കലിൽ ഡിജിപിയുടെ റിപ്പോർട്ട് ശരിവെച്ച ആഭ്യന്തര സെക്രട്ടറി എഡിജിപി എം.ആർ. അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന റിപ്പോർട്ട്. പൂരം അലങ്കോലപ്പെട്ടിട്ടും എം.ആർ. അജിത് കുമാർ ഇടപെടാത്തത് കർത്തവ്യലംഘനം. ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. ഡാൻ കുര്യൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, ഇപ്പോൾ ഡിജിപിയുടെ റിപ്പോർട്ട് ശരിവെച്ചുകൊണ്ടുള്ള ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് കൂടി മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉടനടി ഒരു നടപടി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണോ? ആര്യ സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ഡോക്ടർ ഷെയ്ഖ് ദർബെ സാഹിബ് അദ്ദേഹത്തിന്റെ ചുമതല ഒഴിയുന്നതിന് മുമ്പാണ് തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയത്. അതിൽ എടുത്തു പറഞ്ഞിരുന്ന കാര്യം, പൂരം കലക്കലിൽ കൃത്യമായ ഒരു കർത്തവ്യ വിലോപം അത് എഡിജിപി ആയിരുന്ന ക്രമസമാധാന ചുമതലയിലെ എഡിജിപി ആയിരുന്ന എം.ആർ. അജിത് കുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നിട്ടും പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെട്ടില്ല. ഫോണിൽ ഉന്നത ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിട്ടും മറ്റുള്ള ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിട്ടും പ്രതികരിക്കാൻ തയ്യാറായില്ല. എന്താണ് അവിടെ നടക്കുന്നത് എന്ന് അന്വേഷിക്കാനോ അതിൽ നടപടികൾ സ്വീകരിക്കാനോ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായില്ല. ഇത് ബോധപൂർവമായിട്ട് സംഭവിച്ച വീഴ്ചയാണ് എന്നായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് വിരമിച്ച ഡോക്ടർ ഷെയ്ഖ് ദർബെ സാഹിബ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ടാണ് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് അതിന്റെ സമഗ്രമായ റിപ്പോർട്ട് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. കർത്തവ്യ വിലോപം ഉണ്ടായിരിക്കുന്നു, അത് അനാസ്ഥ തന്നെയാണ്, ബോധപൂർവമായ അനാസ്ഥയാണ് എഡിജിപി എം.ആർ. അജിത് കുമാറിന് സംഭവിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ കത്ത് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എം.ആർ. അജിത് കുമാറിനെതിരെ തിടുക്കത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് കടക്കുമോ, അതോ ഈ റിപ്പോർട്ട് അങ്ങനെ അവിടെ ഇരിക്കുമോ? ഈ കാര്യത്തിലാണ് ഇനി വ്യക്തത കൈവരാനുള്ളത്. എന്തായാലും മുഖ്യമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളുടെ സമയത്ത് പരസ്യമായി പ്രതികരിച്ചത് അന്വേഷണങ്ങൾ കൃത്യമായി നടക്കട്ടെ, അതിനുശേഷം ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടായിരിക്കും സർക്കാർ ഒരു നടപടിയിലേക്ക് കടക്കുക. തിടുക്കത്തിലല്ല, അതിൻ്റെതായ വശങ്ങളുണ്ട് എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് കൂടി എം.ആർ. അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ തുടർ നീക്കങ്ങൾ എന്താകുമെന്നതാണ് ഇനി കേരള രാഷ്ട്രീയം ആകാംക്ഷയോടെ തന്നെ ഉറ്റുനോക്കുന്നത്. തീർച്ചയായും എത്രയും പെട്ടെന്നൊരു നടപടി ഉണ്ടാകുമോ എന്നത് തന്നെയാണ് നമുക്ക് മുന്നിലുള്ള ആകാംക്ഷ. ഡാൻ കുര്യനാണ് വിശദാംശങ്ങളുമായി പങ്കുചേർത്തത്.